അപ്പോൾ സൂവിലേക്ക് പോണേക്കാളും മുന്നേ നമ്മൾ വിചാരിച്ചു നിയമസഭയിൽ കയറിയിട്ടൊന്ന് പോകാമെന്ന്. അപ്പോൾ നമ്മൾ വന്നു. അപ്പോൾ അവർ പറഞ്ഞത് വിസിറ്റിംഗ് ടൈം 10:20ക്കാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളെന്താ ചെയ്തത്, അവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ട് 10:20 വരെ വെയിറ്റ് ചെയ്തു. അവിടെ നമ്മൾ എത്തിയത് എത്രയോ 10 o'clock എത്തിയിട്ടുണ്ടാവും കേട്ടോ ഗൈസ്. ശരിക്കും പറഞ്ഞാൽ നിയമസഭ നമ്മുടെ ഡോർമെറ്ററിയുടെ ബാക്ക് സൈഡ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഭയങ്കര അടുത്തായിരുന്നു. എന്നാലും നമ്മൾ ഓട്ടോ പിടിച്ച് പോയി. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു റീൽസ് എടുക്കാൻ വിചാരിച്ച് ഇങ്ങനെ നടന്നു വരുന്നത് ഓരോ സ്ഥലത്തു നിന്ന്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ഷോർട്സ്. അപ്പോൾ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു ഫോം ഫില്ല് ചെയ്യണം. എന്നിട്ട് അവിടെ മൊബൈലൊക്കെ കൊടുത്തിട്ട് അവിടെ ഒരു 1 hour ക്ലാസ് ഉണ്ടാവും വിസിറ്റേഴ്സ് ഗാലറിയിൽ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ തിരിച്ചു പോകുന്നു. നിങ്ങൾ ടി വിയിൽ കാണുന്ന പോലെ അല്ലായിരുന്നു നിയമസഭ. നമ്മൾ ആ 1 hour ക്ലാസ് അറ്റൻഡ് ചെയ്ത് തീരെ ബോറടിച്ചില്ല കേട്ടോ നമുക്ക്. ഇപ്പോൾ ക്ലാസ് എടുക്കുന്ന ആളാച്ചാൽ നമ്മുടെ ഒപ്പം ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമുക്ക് നിയമസഭയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ഈസി ആയിട്ട് പഠിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഫോട്ടോ നമ്മൾ യൂണിവേഴ്സിറ്റി കോളേജ്, കേരളത്തിലത്തെ ഏറ്റവും വലിയ കോളേജിൻ്റെ മുന്നിലാണ് എടുത്തത്. അപ്പോൾ അന്ന് കിങ്ങിണിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഒരു ബേക്കറി കേക്ക് ഷോപ്പിൽ വെച്ചിട്ട് നമ്മൾ കേക്ക് അവിടെ നിന്ന് തന്നെ കട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ കിങ്ങിണി എന്ന് പറയണത് എൻ്റെ കസിനാണ്. അപ്പോൾ എൻ്റെ കസിൻ്റെ ബർത്ത്ഡേ ആണ്. ഞാൻ കിങ്ങിണീനെ പണ്ടത്തെ ഞാൻ എൻ്റെ ഓൾഡ് വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് റിസർവ് ബാങ്കിൻ്റെ ബ്രാഞ്ചും കണ്ടു കേട്ടോ. അപ്പം അങ്ങനെ കിങ്ങിണിയുടെ ബർത്ത്ഡേ കാരണം അവിടെ ഒരു അങ്കിളും ആൻറ്റി നമുക്ക് ബർത്ത്ഡേ കാരണം കിങ്ങിണിയുടെ ബർത്ത്ഡേ കാരണം നമുക്ക് 3 കുട്ടികൾക്ക് മാത്രമായിട്ട് ഫലൂഡ ഓർഡർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. താങ്ക്സ് ഫോർ ദം. അപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ലഞ്ചിന് വേണ്ടിയിട്ട് നാടൻ തട്ടുകട പറഞ്ഞൊരു ഹോട്ടലിൽ കയറിയിട്ട് നമ്മൾ ബിരിയാണി പിന്നെ ചോറൊക്കെ കഴിച്ചു. യെസ്. അപ്പോൾ നമ്മളങ്ങനെ ട്രിവാൻഡ്രം സൂവിലെത്തിയിട്ടുണ്ട് കേട്ടോ ഗായ്സ്. പുറത്ത് നിൽക്കുമ്പോൾ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ ഗൈസ്. കാരണം അത് ഓപ്പൺ സ്പേസ് ആയ കാരണം. പക്ഷെ നിങ്ങൾ ഉള്ളിൽ പോയ ഒരു വെയിലും ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഞാൻ അവിടെ ഓരോ കാര്യങ്ങളുള്ള കാണിച്ചു തരാണ്. ഇവിടെ നേപ്പിയർ ആർട്ട് മ്യൂസിയം ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ശ്രീ ചിത്തിര ആർട്ട് ഗാലറി ഒക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. അങ്ങനെ ബാബ ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു സൂവിന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ പാർക്കൊക്കെ ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ സൂവിൽ കയറി. അപ്പോൾ അവിടെ നിങ്ങൾക്ക് വല്ല പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ കൈ പിടിക്കിട്ടാച്ചാൽ അവരൊരു സ്റ്റിക്കർ ഒട്ടിച്ച് തരും. അതിന് നമ്മൾ അറൗണ്ട് 20 rupees കൊടുക്കണം. അതേപടി നിങ്ങൾ തിരിച്ചു കൊണ്ടുവന്നാൽ ആ 20 rupees നിങ്ങൾക്ക് തരും അവർ. അപ്പോൾ അങ്ങനെ നമ്മൾ ടിക്കറ്റ് കൊടുത്ത് സൂവിൻ്റെ ഉള്ളിൽ വന്നു. സൂവിൻ്റെ ഉള്ളിൽ വന്നപ്പോൾ തന്നെ ഒരു കൂളിംഗ് എഫക്റ്റ് പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത്രയും വെയിലുണ്ടായിട്ടും സൂവിൻ്റെ ഉള്ളിൽ പോയ ഒരു കൂളിംഗ് എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഏത് നേരത്തും സൂവിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഈ ഒരു നമ്മുടെ ആൾക്കാരനെയാണ് നമ്മൾ ആദ്യം കണ്ടത്. ആ കുരങ്ങ കണ്ടാൽ മതി കേട്ടോ ഗൈസ്, ഉറക്കത്തിൽ നിന്ന് എണീറ്റ പോലെ. അങ്ങനെ സൂ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഏകദേശം ഒരു ഈവനിങ് ഉണ്ടാവും. അപ്പോൾ ആ സമയത്താണ് നമ്മൾ നേപ്പിയർ മ്യൂസിയത്തേക്ക് വന്ന്. പക്ഷേ മ്യൂസിയം പോകുമ്പോൾ തന്നെ നമ്മൾ ലേറ്റായിരുന്നു. കാരണം മ്യൂസിയം വാസ് ക്ലോസ്ഡ്. ഇനി എന്ത് ചെയ്യാൻ വിചാരിച്ചിട്ട് അവിടുന്ന് ഞാൻ അങ്ങനെ കുറച്ച് ഷോർട്സ് എടുത്തു. അങ്ങനെ കൂളിംഗ് ഗ്ലാസ്സൊക്കെ ഇട്ട് കിങ്ങിണി നടക്കാൻ വിചാരിച്ചു. ഇതെല്ലാം കണ്ടിട്ട് ചാരു വെറുതെ ഇരിക്കില്ലല്ലോ. അപ്പോൾ അവളും അങ്ങനെ നടന്നു. അപ്പോൾ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ബെഞ്ചൊക്കെ ഉണ്ടായിരുന്നു ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് അമ്മ ഇപ്പോൾ പിജൻസിന് ഫുഡ് കൊടുക്കാം കേട്ടോ. വേറെ സ്ഥലത്തേക്കൊന്നും പോവും അങ്ങനെ ടൈം ഔട്ടായിരുന്നു. അപ്പോൾ മ്യൂസിയമും വേറെ കാര്യങ്ങളൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു.
ട്രിവാൻഡ്രം വന്നിട്ട് ഇത് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനാണ് പറയാൻ പറ്റും. ഇതാണിപ്പോൾ സെൻറ്റ് ജോസഫ് ചർച്ച്. അപ്പോൾ ഇതിനെ പാളയം പള്ളി എന്ന് വിളിക്കും. അപ്പോൾ ഈ ചർച്ച് നമ്മുടെ ബൈറ്റി ഡാൻസ് ഡോർമിറ്ററിയുടെ സ്ട്രെയിറ്റ് ഫ്രണ്ടിലായിരുന്നു കേട്ടോ. ഇത് ഭയങ്കര അടുത്തായിരുന്നു വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു എല്ലാ ഡെസ്റ്റിനേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ടൊന്ന് ജസ്റ്റ് കണ്ടിട്ട് പോകാമെന്ന്. അപ്പോൾ ഈ ചർച്ച് ബിൽഡ് ചെയ്തത് 1873 ഈ ചർച്ച് ഗോത്തിക് സ്റ്റൈലിലാണ് ബിൽഡ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ടവർ ബെൽ കംപ്ലീറ്റ് ചെയ്തത് 1927 അപ്പോൾ ഈ ചർച്ച് ഇങ്ങനെ കുറച്ച് നേരം കണ്ടിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ചു പോന്നു. ഇനിയും നമ്മൾ അങ്ങനെ പ്ലാൻ മാറ്റിയിട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ കൊന്നമാറ മാർക്കറ്റും കൂടി വിസിറ്റ് ചെയ്തിട്ട് പോകാൻ വിചാരിച്ചു. അപ്പോൾ നമ്മളതിൻ്റെ ഉള്ളിൽ കയറി. ഇനി എന്താ അങ്ങനെ ട്രിവാൻഡ്രത്തിൽ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് നമ്മളിപ്പോൾ പോവാണ്. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫ്രഷപ്പൊക്കെ ആയിട്ട് പോവാണ്. അപ്പോൾ അതിനേക്കാളും മുന്നേ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് എൻ്റെ റൂം കാണിക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ റൂം. 6 ബെഡ്സ് ഉണ്ട്, AC ഉണ്ട് കേട്ടോ. നല്ല തണവായിരുന്നു ഉള്ളിൽ. നല്ല രസമുണ്ട് കേട്ടോ, കംഫർട്ടബിൾ തന്നെ. അപ്പോൾ അങ്ങനെ ഈ ട്രിവാൻഡ്രം 2 ഡേ ട്രിപ്പ് ശരിക്കും പറഞ്ഞാൽ മറക്കാൻ പറ്റാത്തൊരു ട്രിപ്പാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ആദ്യം തന്നെ നമ്മളങ്ങനെ പത്മനാഭസ്വാമി ടെമ്പിൾ പിന്നെ അങ്ങനത്തെ കുറേ ഡെസ്റ്റിനേഷനിൽ പോയി. പക്ഷേ അതല്ലാതെ നമ്മൾക്ക് കുറേ സ്ഥലങ്ങൾ പ്ലാനിലുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും പോകാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ശരിക്കും. ഇനി ഇങ്ങനത്തെ മൂമെൻറ്റ്സ് എപ്പോഴെങ്കിലും വരും. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാം. ടിൽ ദെൻ ബൈ.